ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോംസ് ആൻഡ് വൈഫിൻ്റെ മെഗാ ആപ്പ് ലോഞ്ചിന് പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും റീൽസും ഒക്കെ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. ബൈ. അങ്ങനെ മോംസ് ആൻഡ് വൈഫിൻ്റെ മെഗാ ആപ്പ് ലോഞ്ചിന് വേണ്ടി നമ്മൾ പോവാണ്. കാത്തിരുന്ന് ആ ദിവസം അങ്ങോട്ട് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഏകദേശം ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. 6 മണി മുതൽ 11 മണി വരെയാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ, അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇസ്രാനെ ഇങ്ങനെ മുടി കെട്ടാണ്ടൊക്കെ പറഞ്ഞേക്കുന്ന സ്ഥലത്തേക്ക്. Hi guys, welcome to my YouTube channel. പോകുന്ന വഴിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് മോംസ് ആൻഡ് വൈഫിൻ്റെ മെഗാ ആപ്പ് ലോഞ്ച്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ റീൽസും വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും എന്താണ് മോംസ് ആൻഡ് വൈഫ്സ് എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫ് അലി, കുഞ്ചാക്കോബൻ, റംസാൻ, സനി, അയ്യപ്പൻ, അങ്ങനെ സിത്താര, പിന്നെ ആരാ, മമത മോഹൻദാസ്, അങ്ങനെ നവ്യ നായർ, കുറേ സെലിബ്രിറ്റികളെ കാണാൻ പോവാണ്. അതവിടെ പോയി വിളിക്കാം. അപ്പോൾ നല്ല ഫുഡും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഞാൻ ഇടുന്നുണ്ട്. നമ്മളെ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമുക്ക് എല്ലാ വിശേഷവും കാണിച്ചു തരാം. ബൈ. എന്തൊക്കെ ആബു. അപ്പോൾ എവിടെ പരിപാടി പറഞ്ഞിട്ടില്ലല്ലോ. പരിപാടി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷാർജ എക്സ്പോ സെൻറ്ററിലാണ്. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണത്. നടു റോട്ടിൽ കൂടെ സൈക്കിൾ ചോട്ടി പോകുന്നത്. അപ്പോൾ പരിപാടി ഷാർജ എക്സ്പോ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫംഗ്ഷൻ വേറെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാതൃഭൂമിയുടെ എന്തോ കേരള പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ആക്കി തന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു 5 ദിർഹംസിൻ്റെ എൻട്രി ഉണ്ട്. പക്ഷേ നമ്മൾ ഇവൻറ്റിന് വന്ന കാരണം അതൊന്നും ചാർജ് ചെയ്തിട്ടില്ല. വന്ന പാടന്നെ ഐബക്ക് കരച്ചിൽ തുടങ്ങിയിരിക്കണ് ആ ബലൂൺസ് കണ്ടിട്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, തുടക്കം തന്നെ നല്ല അടിപൊളിയായിട്ടാണ് പോണത്. അപ്പോൾ ലാസ്റ്റ് എൻഡിലാണ് ഇവിടെ മാതൃഭൂമിയുടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റി. അതുപോലെ തൊട്ടപ്പുറത്താണ് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തത് ഓൺലൈൻ ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് സ്ലിപ്പാക്കിയിട്ട് മേടിക്കാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടാഗ്, അതുപോലെ കൈമൊരു ബാൻഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലായ്ക്കാക്കും മക്കൾക്കും അതുപോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സെക്യൂരിറ്റി ഇതിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഫുൾ അടിപൊളി സെറ്റപ്പിലിരുന്ന് എല്ലാ കാര്യം നിയന്ത്രിക്കാനും അവർ ഇവൻറ്റ് അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ഒന്നിലും ഒരു കുറവുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടായിരുന്നു ആ വലിയൊരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇത് ഇത്രയും വലിയൊരു ഇവൻ്റ് ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം വേറൊരു എൻട്രി, അതുപോലെ VIP ടിക്കറ്റ് ഉള്ളവരുണ്ട്, അവർക്ക് വേറെ എൻട്രി, പിന്നെ നമ്മൾ സാധാ ഗോൾഡ് ടിക്കറ്റ് ഉള്ളവരുണ്ട്, അവർക്ക് വേറെ എൻട്രി. അങ്ങനെ ഫുള്ള് എല്ലാതും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കയറി വരുന്നോട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ സെക്ഷനും അതുപോലെ റീലിൻ്റെ സെക്ഷനും ഒക്കെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാനും മക്കളും ഒരു കുഞ്ഞ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ. നല്ല രസമായിരുന്നു, പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തത്. നമ്മൾ വന്നപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും സീറ്റൊന്നും ഫില്ലായിട്ടില്ല. ഫസ്റ്റ് എന്നെ കണ്ടത് ഇവരെയാണ്. റീൽസിൽ മാത്രം ഞാൻ കണ്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷംന നക്ഷത്രയും ആളുടെ ഹസ്ബൻഡിനെയും കണ്ട് നമുക്ക് മാത്രം ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം ഒരു സീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ബാക്കിയൊക്കെ അപ്പുറത്തും ബാക്കിലും സൈഡിലൊക്കെയാണ്. ഫ്രണ്ടിൽ ഫുള്ള് ഗസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും ഗ്രാൻഡായിട്ടാണ് ഇത് കഴിച്ചത് എന്ന്. അപ്പോൾ മിഥുൻ ചേട്ടനായിരുന്നു ഹോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മിഥുൻ ചേട്ടൻ അറിയാലോ, മൈക്ക് കിട്ടി കഴിഞ്ഞാൽ പരിപാടി കളറാക്കിയിട്ടേ ആൾ അടങ്ങുള്ളൂ. അതുപോലെ അടിപൊളിയായിട്ട് കളറായിട്ടുണ്ട്. ഇവിടെ ഉള്ള അമ്മമാരും ഭാര്യമാരും ഒക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് ഒരു 7 അമ്മമാർ തങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. അങ്ങനെ കൊണ്ട് നേരിട്ട് കൊടുത്ത് ഒക്കെ ആയിട്ട് കുറേ പേരുണ്ട്. നമ്മുടെ മോളി ചേച്ചി ഉൾപ്പെടെയുള്ള അമ്മമാരുണ്ട്. അതിൽ കോളേജിൽ പോകുന്ന ഒരു അമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഞാൻ വേദിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ. അപ്പോൾ പ്രെയർ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്കെന്ന് പറഞ്ഞു മര്യാദ. അതുകൊണ്ടാണ് ശരിക്കും അല്ലേ, അങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ തറന്നിരുന്നു അവിടെ ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ ചോദിക്കട്ടെ, അനാർക്കലി എവിടെ കവേഴ്സ് ഒക്കെ എവിടെ? അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു കവർ വന്നോണ്ടിരുന്നാണല്ലോ. ഞാൻ മ്യൂസിക്കിന്റെ കവേഴ്സ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ ചെയ്യുന്നില്ലേ? സിനിമ കൂടുതൽ വന്ന സമയത്ത് പാട്ടിനോട് എന്ത് തോന്നിയോ? അനാർക്കലി വന്നപ്പോൾ നമ്മളെ സുലൈഖ മൻസിലിൻ്റെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ അതിന് ഇസ്ര അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. പക്ഷേ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ചെറിയ എന്താ പറയുക കുറവാകുന്നുണ്ട്. എന്നാലും പറ്റുന്ന പോലെയൊക്കെ കളിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും ഓരോ ഗസ്റ്റ് വരുമ്പോഴും അതിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 2 ലക്ഷത്തിൻ്റെ ലക്കി ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഇട്ടിട്ടെടുത്തോളാം. ആദ്യം ബാക്കി പോയി ഒന്നുകൂടെ ഓക്കെ. അനാർക്കലി വായിച്ചോ? ഫോൺ നമ്പർ വായിക്കരുത്. ഞാൻ പറയട്ടെ, just the name. Read out the name. Farsana Babita. Absolutely, Farsana Babita. Farsana 1016. Farsana _1016. Farsana, are you here? Are you here, Farsana? ഫോൺ നമ്പർ കാണൂലേ? കാണിച്ചോ? പേര് മാത്രം കാണിച്ചോ? വെൽക്കം ഷംന. ഷംനയെ ജോയിൻ ചെയ്യാനായി ഇനി അടുത്തത്, എനിക്കിത് പറയുമ്പോൾ കുടുംബമാണ്, നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. ജീവിതാനുഭവങ്ങൾ ഇത്രയും ഭംഗിയായി പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വളരെ ചുരുക്കം എഴുത്തുകാരികളിൽ ഒരാൾ. ലെറ്റ് മീ വെൽക്കം ഷെമി ഫസ്ലു. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് എഡിറ്റോറിയൽ ടീം ഇവിടെ ഒരു 6 അമ്മമാരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ പുലികളായിട്ടുള്ള ഒരു 6 അമ്മമാർ. അതിൽ ഒരുപാട് കഴിവുള്ള അമ്മമാരുണ്ട്. ജസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ നോക്കി കാണാം. അവരെ മുന്നത്തെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ മോംസ് ആൻഡ് വൈഫിൻ്റെ പേജിൽ അവർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ അമ്മമാർക്കും ഓരോ റീൽസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോളേജിൽ നല്ല പ്രായമായിട്ടും കോളേജിൽ പോകുന്നൊരു അമ്മ ഉണ്ട്. അതുപോലെ 13ഓളം വണ്ടികൾക്ക് ലൈസൻസ് എടുത്ത ഒരാളുണ്ട്. പിന്നെ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരാളുണ്ട്. അങ്ങനത്തെ ഒരുപാട് അമ്മമാരെ അതിൽ കാണാൻ പറ്റി. അവർക്കൊക്കെ അവാർഡ് കൊടുക്കാനുള്ള ഗസ്റ്റുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതാണ് ജുമൈല ദിൽഷാദ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ വിളിച്ചോളൂ.
സാനിയൻ്റെയും റംസാൻ്റെ ഒക്കെ നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളും ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ D4 ഡാൻസ് കണ്ടിട്ട് ഫാൻസ് ആയതാണ്. ഇപ്പോഴാണ് നേരിട്ട് കണ്ടിട്ടൊരു പെർഫോമൻസ് കാണാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ 9th പഠിക്കുന്ന ഒരു ഫ്രണ്ടിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. റംസാനും സാനിയനൊക്കെ ഞങ്ങൾ എന്നും പറഞ്ഞ് അടിയായിരുന്നു ഫാൻസിൻ്റെ പേര് പറഞ്ഞിട്ട്. അങ്ങനെ സാനിയും ഒരു ലക്കി ഡ്രോ എടുക്കുന്നുണ്ട്. കുറച്ച് രൂപ കൊടുക്കേണ്ടി വരും. കൊണ്ടുവരട്ടെ ആൾക്കാരെ. So we'll do the next set of lucky draws. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടുത്തോട്ട് കൊണ്ടുവരും. ഇനി 2 ലക്ഷത്തിന്റെ 3 പേർക്കുള്ള ലക്കി ഡ്രോ, അതുപോലെ 12 ലക്ഷത്തിന്റെ ഒരാൾക്കുള്ള ലക്കി ഡ്രോ. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ശ്രീലക്ഷ്മി അശ്വത് 12 ലക്ഷം രൂപയുടെയാണ്. ആദി എന്നാണ് പേരുണ്ട്. ആതിര വിജയ്. ഒരു കാര്യം 2 വരി അമ്മനെ പറ്റിയിട്ട് 2 വരി എന്തെങ്കിലും ഒരു അമ്മമാരെ ഓർക്കുന്ന രീതിയിൽ 2 വരി ഒരു പാട്ട് സാർ ചെറുതായിട്ട്. അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാടത്ത് സാറിനടുത്ത് ഒരിതില്ലാണ്ട് ഇംപ്രോംപ്റ്റ് പറഞ്ഞതല്ലേ, അപ്പത്തിന് നമുക്ക് കിട്ടി പാട്ട്. ഞാൻ പറയാ SGK. Absolutely. And for Malayalis there is only one SGK. None other than Santosh George Kulagara. ഇത് എന്റെ ജീവിതമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാലം മുതൽ എന്റെ സ്വപ്നം ഈ ലോകം കാണുക തന്നെ. ഏറ്റവും വലിയ പ്രതിസന്ധികളെ സ്വപ്നം കാണുക, അതിനെ അതിജീവിക്കാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമ്മളുടെ ഒരു സാധ്യതയായി കൺവേർട്ട് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവുക. ഇത്ര മാത്രമേ ഒരു സംരംഭകന് ചെയ്യാൻ കഴിയൂ. അവിടെ നിങ്ങൾ എന്താണോ നാളെ നേരിടാൻ പോകുന്ന പ്രശ്നം, ആ പ്രശ്നത്തെ നാളെ രാവിലെ അവിടെ നിന്ന് എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും എന്ന് പ്രായോഗികമായി കണ്ടെത്തുന്ന ഉത്തരങ്ങളിലൂടെ മാത്രമാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. 400 ചില്ലുവാൻ കമ്പനികളുടെ ചെയർമാനാണ് ഇന്ന്. അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്, 400 കമ്പനികളുണ്ടെങ്കിൽ അയാളുടെ ഒരു കമ്പനിയെക്കുറിച്ച് ഒരു ദിവസം പോലും സംസാരിക്കാൻ നേരം കിട്ടിയില്ല. അല്ലെങ്കിൽ അപ്പോൾ വർഷത്തിൽ ഒരേ ഒരു ദിവസം സംസാരിച്ചാൽ ഒരു കമ്പനി ബാക്കി 360 ദിവസവും ഓടുമെങ്കിൽ ആ സംവിധാനം എത്ര മഹത്തരമായിരിക്കും, അയാളുടെ ടെക്നോളജി, അയാളുടെ മാനേജ്മെന്റ് വൈദഗ്ധ്യം എത്ര മിടുക്കുള്ളതായിരിക്കും. അദ്ദേഹത്തെ വേദിയിലോട്ട് സ്വാഗതം ചെയ്തു. പറയട്ടെ, 90s കിഡ്സിന്റെ ലേബർ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞാൽ ലോകം നമ്മളെ കാണിച്ചത് ആ ക്യാമറയിലൂടെയാണ്. നമ്മളെ ഓരോരുത്തരെയും ഇന്ന് യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ യാത്ര ചെയ്യണമെന്ന് പഠിപ്പിച്ച ആളെ കൂടിയാണ് അദ്ദേഹം. ഷാർജ നിറകയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സന്തോഷ് ജോർജ് കുളങ്ങര. ഷാർജയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിക്കും ആനന്ദം എന്നൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നത്, ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഈ നാട്ടിൽ വരുമ്പോഴാണ്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്നത് ഈ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. സാഹോദര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് നിറഞ്ഞ ഒരു സ്റ്റേജ് തന്നെ ഇരുന്ന് എല്ലാവരും അവരെ ഓരോരോ ടാലൻറ്റ് വെച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ.
ആദ്യമേ തന്നെ അവിടെ നിന്ന് എന്താ വിളിച്ചു പറഞ്ഞല്ലോ? ലവ് യു സോ മച്ച്. അത് ഫുൾ നവ്യ ഫാൻസ് ക്ലബാണോ നിൽക്കുന്നത് മുഴുവൻ? ബാലാമണിയുടെ ഫാൻസ് ആയിരിക്കും, എൻ്റെ അല്ല. താങ്ക് യു ഫോർ ദ ലവ് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്. വർഷങ്ങൾക്ക് ഇപ്പുറവും സ്നേഹിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. വർഷങ്ങൾക്ക് ഇപ്പുറം എന്ന് പറയുമ്പോൾ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് വളരെ കൃത്യമായി ടെലിവിഷൻ ആണെങ്കിലും സിനിമയാണെങ്കിലും അതേപോലെ കൊണ്ടുപോകുന്നു. ഡാൻസ് ഇപ്പൊ കണ്ട വീഡിയോയിലൊക്കെ അതേപോലെ അങ്ങനെ ചെയ്യുന്നു. താങ്ക് യു. അത് നമുക്ക് എല്ലാവർക്കും ഇവിടെയുള്ള മലയാളം സിനിമ അപ്പോൾ ഇതുവരെ ആയിട്ടും ആപ്പ് ലോഞ്ചിങ് കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ മെയിൻ ഗസ്റ്റുകൾ വരുന്നുള്ളൂ. ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും വന്നിട്ടുള്ളൂ. അപ്പോൾ അത് അവരെ വെൽക്കം ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത്. ഭയങ്കര ബഹളമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ രണ്ടുപേരും എൻട്രിയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവർ വന്ന് അതിൻ്റെ ഇടയിൽ ഇതാ റംസാൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് റംസാൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. എന്താ എനർജി, നല്ല അടിപൊളിയായിട്ട് റംസാൻ കളിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് റംസാനും സാനിയും കൂടിയിട്ടൊരു കോംബോ വരുന്നുണ്ട്, അതും അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഫസ്റ്റ് സിനിമ കണ്ടപ്പോൾ ഞെട്ടിയതാണ്. എല്ലാ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഋതു എന്ന സിനിമയിൽ നിന്നും നീണ്ട ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ചിത്രാവലി തന്നെ സ്വന്തം പേരിൽ എഴുതിയെടുത്ത the one and only Asif Ali, everyone. No, wait. Before that, another video is onto the screen, and our video, ആർക്ക് വേണ്ടിയുള്ളതാ? The one and only Kunchako Boban. Video please. I was not born with a silver spoon. Alright, ladies and gentlemen, അനിയത്തി പ്രാവ് മുതൽ 25 വർഷം നീണ്ടു നിൽക്കുന്ന, അതൊട്ടും ഫീൽ ചെയ്യിപ്പിക്കാത്ത നമ്മളുടെ സ്വന്തം Kunchako Boban. Ladies and gentlemen. Alright, രണ്ടുപേരും കൈ ഉയർത്തി കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. Hands up in the air, everyone, to all of these two legendary actors. Here we go, let's give it up. Kunchako Boban and Asif Ali onto the stage. Asif Ali and Kunchako Boban, Sharjah Expo Center. Moms and boys have lots to lead out. Two of your favorite stars, Chako Chan, Asif Ali are in the house. Chako Chan. ആദ്യം തന്നെ മിഥുൻ ഒരിക്കൽ കൂടെ ആ ഒരു എനർജിയാണ് ഇത് കാണാനാണ് എപ്പോഴും ഞങ്ങൾ യു എയിൽ വരുന്നത്. ദിൽഷാദ്, താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു വേദിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. എൻ്റെ എന്തോ ഒരു വലിയ അഹങ്കാരമാണ്, അല്ലെങ്കിൽ എൻ്റെ വലിയ ഒരു കോൺഫിഡൻസ് ആണ്. ഇതെന്റെ അഹങ്കാരമല്ല, ഇതെന്റെ കോൺഫിഡൻസ് ആണ്. അതുപോലെ എനിക്കൊരു വലിയ പ്രിവിലേജ് ആണ് ഇന്ന് ചാക്കോച്ചൻ്റെ എന്നുള്ളത്. ചാക്കോച്ചൻ കാരണം സ്പ്ലെൻഡർ മേടിച്ച ആരൊക്കെ ഉണ്ട് ഇവിടെ? ചാക്കോച്ചൻ കാരണം CBZ മേടിച്ച ആരൊക്കെ ഉണ്ട് ഇവിടെ? ചാക്കോച്ചൻ കാരണം ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടി ആരൊക്കെ ഉണ്ട് ഇവിടെ? ചാക്കോച്ചൻ്റെ അടുത്ത് കേൾക്കണം അല്ലേ ചാക്കോച്ച? അതെ, ഞാൻ ഈ രണ്ടുപേരെയും കൂടി ചേർത്ത് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടെ. ഈ രണ്ടുപേരും കഴിഞ്ഞ ഈ ഒരു വർഷം, അതായത് ഞാൻ പറയുന്നത് 2024-25 ഇറക്കിയ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും എങ്ങനെയാണ് റീഇൻവെന്റ് ചെയ്യണത് എന്നുള്ളത് കണ്ടുപഠിക്കണം. ആക്ടിങ്, അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അത് ഇഷ്ടമാണ് ഒരു വലിയ കൈയടി. In every sense of the word, versatility. അതിന്റെ ഗുട്ടൻസ് എന്താണ്, സീക്രട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചാക്കോച്ച, വെൽക്കം. സിനിമയിൽ നിന്ന് ഇന്നും അതേ ഒരു ആക്ടിംഗ് പ്രവസോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഇവന്റിനെ കുറിച്ചാണ്. ഇത്രയും വലിയൊരു ലോഞ്ച്
അല്ലെ നമ്മൾ പറയില്ലേ എയിം ഫോർ ദ സ്കൈസ് എന്ന് പറയില്ലേ, ഇത് താഴെ ലെവൽ എന്നല്ല ദിൽഷാദ് ഇതിനെ എയിം ചെയ്തത്, ഇത് ആകാശത്താണ് തുടങ്ങിയത്. ഇത് ആളുകളിലേക്ക് ഇത്രയും വലിയൊരു ഇവന്റ് ആയിട്ട് ഇത് ലോഞ്ച് ചെയ്തതിൽ ആ ധൈര്യം അല്ലെങ്കിൽ ആ ദിൽഷാദിന്റെ ഒരു കോൺഫിഡൻസ്, യെസ് അബ്സല്യൂട്ട്ലി ആ കോൺഫിഡൻസ് ആണ് ഞാൻ ശരിക്കും ഇന്ന്. Moms and wives globally, are you guys ready to launch the Moms and Wives app? Place your hands together. Are you guys ready? On my count. ഒരു സെക്കൻഡ് അതിന് മുമ്പ് ഒരു ചെറിയ 3 hands on the Ladies table. and gentlemen, Moms and Wives app. Yeah. Here we go. Thank you guys. Thank you for the light up. From the heart of Kerala to every home where skills bloom in silence, a light begins to shine. They are mothers, they are wives, they are creators, and now they have a place to shine. From homemade cakes to handcrafted goods, from every home kitchen to every neighborhood corner, they can now reach the world. Introducing Moms and Wives, a platform made for Malayali housewives and women to turn your talent into income. Empowering women to earn, grow, and shine. Moms and Wives, download now. There we go, ladies and gentlemen. അങ്ങനെ Moms and Wives ആപ്പിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഇവിടെ നടന്നിരിക്കുകയാണ്. ജുമൈല, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ 2 ലക്ഷം 12 ലക്ഷം അങ്ങനെ 2-3 ആൾക്കാരൊക്കെ വെച്ചിട്ട് ആ 1 കോടി സമ്മാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് പ്രൈസ് അവിടെയുള്ള ഓഡിയൻസിനൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. വിളിച്ചതൊന്നും അവിടെ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. മീൻസ് നാട്ടിലത്തോ വേറെ എവിടത്തെങ്കിലുമൊക്കെ ആൾക്കാർ പരിപാടിക്ക് വരാത്ത ആൾക്കാരാണെന്നറിയില്ല. എന്തായാലും ക്യാഷ് പ്രൈസ് ഓൺ ദ സ്പോട്ട് ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു സമ്മാനം ഉണ്ടായിരുന്നത് നമ്മൾ പരിപാടിക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് തന്നിരുന്നു, ഒരു കൂപ്പൺ പോലെ തന്നിരുന്നു. അതിലൊരു നമ്പറുണ്ട്. അപ്പോൾ ഓൺ ദ സ്പോട്ട് 4 പേർക്ക് iPhone 16 Pro വരുന്ന സമ്മാനം. അങ്ങനെ 4 വിന്നേഴ്സിനുണ്ടായിരുന്നു. അത് അപ്പോൾ നമ്മൾ ഓഡിയൻസിൽ നിന്ന് അപ്പോൾ വിളിക്കുകയായിരുന്നു. നമ്മളെ കൂപ്പണിൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്മളാണ് ആ വിന്നർ. അങ്ങനെ 4 iPhone അവിടുന്ന് ഓഡിയൻസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് എന്നൊക്കെ പോലത്തെ രീതിയിൽ നല്ലൊരു അടിപൊളി പാട്ടും നല്ല വൈബിൽ ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇത്രയും വെച്ചിട്ട് 2 ലക്ഷത്തിൻ്റെ മേലക്കാണ് ആപ്പിൻ്റെ ഡൗൺലോഡ് പോയിട്ടുള്ളത്. അപ്പോൾ ചെയ്യാത്തവർ ഇനിയും പെട്ടെന്ന് വെയിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. നല്ല യൂസർ ഫ്രണ്ട്ലിയാണ് ആപ്പ്. നമുക്ക് സോഷ്യൽ മീഡിയ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ജീവിതത്തിലെ വലിയ കാര്യമാണ്. എത്രയോ നാളെടുക്കും 32 ലക്ഷം രൂപ നമ്മൾ സമ്പാദിച്ചു വരാൻ. അതൊരു ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. 32 lakhs, 32 ലക്ഷം ഇന്ത്യൻ രൂപ. പ്ലീസ് കം ഫോർവേഡ്. 32 ലക്ഷം ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ എമൗണ്ട് എനിക്ക് തോന്നുന്നില്ല ദുബായിയുടെ ചരിത്രത്തിൽ, UAE ചരിത്രത്തിൽ, മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഒരു കമ്പനി കൊടുക്കുന്നത് അല്ലേ. 1 കോടി രൂപയോളം സമ്മാനം. പേര് വായിക്കുകയാണ്. 32 ലക്ഷം കിട്ടിയ ആളുടെ പേര് വായിക്കുകയാണ്. സവാദ് സലീം. അവസാനത്തെ നമ്പർ 9520. I repeat again, 9520. സവാദ് സലീം 32 ലക്ഷത്തിന്റെ ഭാഗ്യവശാലി. പിന്നെ ലാസ്റ്റ് ദിൽഷാദ് ഭായ് അവരുടെ ഫുൾ ഹോൾ ടീം മോംസ് ആൻഡ് വൈഫിൻ്റെ ടീംസിന് സ്റ്റേജിൽ വെച്ചിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണിത്. അതോടെ പരിപാടി കഴിയാനായിരിക്കുന്നു ഓൾമോസ്റ്റ്. നമ്മളവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ഏകദേശം ഉറക്കത്തിൻ്റെ വക്കിലൊക്കെ ആയ കാരണം ഇനി ഒരുപാട് സീനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തൊരു വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. പൈസ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും എത്രത്തോളം പോയിൻറ്റ്സ് ഓരോരുത്തർ നേടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളും അതിലൊരു ഭാഗമാവാൻ നോക്കുക. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് മോംസ് ആൻഡ് വൈഫിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ശരി, ബൈ.